തമിഴ്നാട്ടിൽ നിന്നും വീട്ടുവേലയ്ക്കെത്തിച്ച 7 വയസ്സുകാരെ ക്രൂരമർദ്ദനത്തിനിരയായി കൊല്ലപ്പെട്ട കേസിൽ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ട മൂവാറ്റുപുഴ പോക്സോ കോടതി വിധിക്കെതിരെ ഗുരുതര ആരോപണവുമായി പ്രോസിക്യൂട്ടർ. ജൂൺ 1 കുടുംബ കോടതിയിലേക്ക് പോകാനിരുന്ന ജഡ്ജി മെയ് 30 തന്നെ തിടുക്കത്തിൽ വിധി പറയുകയായിരുന്നു. പ്രതികളെ വെറുതെ വിടണമെന്ന ഉദ്ദേശത്തോടു കൂടി തട്ടിക്കൂട്ടിയുണ്ടാക്കിയ വിധിയാണിതെന്നും പ്രോസിക്യൂട്ടർ ജമുന മീഡിയ വണ്ണിനോട് പറഞ്ഞു. കേസിൽ എറണാകുളത്തെ അഭിഭാഷകനും ഭാര്യയും ഉൾപ്പെടെ 3 പേരായിരുന്നു പ്രതികൾ. കുട്ടി ഉപദ്രവിക്കുന്ന കണ്ട ഡോക്ടറും അതുപോലെ അയൽവാസികളുടെയും മൊഴി വിശ്വസനീയമല്ല എന്നാണ് കോടതി പറയുന്നത്. ചെയിൻ ഓഫ് സർക്കംസ്റ്റാൻസ് പ്രൂവ് ചെയ്തിട്ടില്ല. പക്ഷേ ഇത്രയും തെളിവുകൾ 28 സാക്ഷികളെ വിസ്തരിച്ചു. അതുപോലെ 20 ഡോക്യുമെൻ്റ് മാർക്ക് ചെയ്തു. ആ കുട്ടിയുടെ ആ ശരീരത്തിലെ മുറിവുകൾ, ആ ഫോട്ടോഗ്രാഫ്സ് 8 ഫോട്ടോഗ്രാഫ്സ് ഹാജരാക്കിയിട്ടുണ്ട്. ആ ഫോട്ടോഗ്രാഫ്സ് കണ്ടാൽ തന്നെ നമുക്ക് അതിൻ്റെ ഗ്രാവിറ്റി നമുക്ക് മനസ്സിലാവും. പോകുന്നതിന് മുമ്പ് എന്തായാലും ഈ പ്രതികളെ അക്യൂറ്റ് ചെയ്തിട്ട് പോകണമെന്നുള്ള ഒരു ഉദ്ദേശത്തോടെ ഒരു തട്ടിക്കൂട്ടി ഒരു ജഡ്ജ്മെൻറ്റ് ഉണ്ടാക്കിയെന്ന് മാത്രം എനിക്ക് പറയാം. ഉന്നതരായതുകൊണ്ട് അവരെ ശിക്ഷിക്കുന്ന അവരൊന്നും തെറ്റ് ചെയ്യില്ല എന്നുള്ള ധാരണയായിരിക്കാം കോടതിക്ക്. അന്വേഷണത്തിൻ്റെ ചില പോരായ്മകളുണ്ട്.